ഇപ്പോൾ ഞാനുള്ളത് അൽഉല വില്ലേജിലാണ് കേട്ടോ. അൽഉല വില്ലേജാണ് എൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, ഇത് അൽഉല വില്ലേജാണ്. ഇവിടെ കാണാൻ സൂപ്പർ സെറ്റപ്പ് കേട്ടോ. സൗദിയിൽ ഇത്രയും അടിപൊളി സ്ഥലം ഇവിടെ ഉണ്ടെന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഇറക്കി ഇവിടെ വന്നതാണ്. ഇവിടെ ശരിക്കും ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. നമ്മൾ യൂറോപ്പിലൊക്കെ പോയതുപോലെ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് ആക്ച്വലി. പക്ഷേ ഇവിടെ വരണ്ടിയിരുന്ന സമയം ഒരു 5 മണിയെങ്കിലും ആകുമ്പോൾ നമ്മളിവിടെ എത്തിയാലേ ഇവിടുത്തെ സകല ഇതും കാണാൻ പറ്റുള്ളൂ. ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അൽഉല കാണാം. ഇത് അൽഉലൻ്റെ സ്ട്രീറ്റാണ് കേട്ടോ. കണ്ടോ, ഇവിടെ എല്ലാം യൂറോപ്യൻ സ്റ്റൈലാണ്. അടിപൊളി സിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്ത്. പക്ഷേ നാട്ടിൻപ്രദേശമാണ്, പക്ഷേ ഇതിനെ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ റോഡുകളും ഇതൊക്കെ ചെറിയ റോഡുകളാണ്, പക്ഷേ നല്ല ഡെവലപ്ഡാണ്. ഇവിടെ കൂടുതലും ഈ ഈത്തപ്പഴം തോട്ടമാണ്. പിന്നെ അത് കഴിഞ്ഞത് ഈ 2 സൈഡിലും മതിൽ കെട്ടിയ പോലെ മലകളാണ്, പല ഷേപ്പിലുള്ള മലകൾ. പക്ഷേ സൗദി അറേബ്യയിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ നാച്ചുറലി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ താമസിക്കുന്നിടത്തൊന്നും ഇത്രയും നാച്ചുറലായ സ്ഥലങ്ങളില്ല. നോക്കിയേ, ഇതൊക്കെ നാച്ചുറൽ മഡ് ഹൗസുകളാണ്. ഇത് പണ്ട് അറൗണ്ട് AD 600 മറ്റോ ആണ് ഈ അൽഉല എന്ന് പറയുന്ന സ്ഥലം ഫൈൻഡ് ചെയ്തതെന്നാണ് പറയുന്നത്. അതിൻ്റെ ആ പുരാതനമായ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല. സെയിം. ശരിക്കും ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട് ഇവിടെ ടൂറിസ്റ്റായിട്ട്. ഇവിടെ എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട് ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇപ്പോൾ എന്തായാലും നോക്കട്ടെ എവിടെയെങ്കിലും കയറാൻ പറ്റുമെന്ന്. ഈ കാണുന്നുണ്ടോ, കണ്ടോ, നോക്കിയാൽ മലകൾ നോക്കിയാൽ നാച്ചുറലായിട്ടുള്ളതാണ്. ഞാൻ കുറച്ചുകൂടി മുന്നിലോട്ട് പോകുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. 2 സ്ഥലവും മലകളാണ്. അതിൻ്റെ ഇടയിൽ കൂടിയുള്ള ഒരു ചെറിയൊരു നിരപ്പായ സ്ഥലമാണ്, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി 2 സൈഡിലും മലകളാണ്. ആ നിരന്ന ഭാഗത്താണ് ഇവിടെ നിറച്ച് ഈത്തപ്പഴ തോട്ടങ്ങളാണ്. ഇതാണ് നമ്മളെപ്പോഴും അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന സൗദി TVയിലും മറ്റുമൊക്കെ, അൽഉല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴാണ് നമ്മളിവിടേക്ക് വന്നത്, ഇവിടെ വന്ന് കാണാൻ പറ്റിയത്. ഇതാണ് അൽഉല. ഓക്കെ, 2 സൈഡിലും മലയാണ്. അതേ നോക്കി, ആ കാണുന്നതൊക്കെ മലയാണ്. ശരിക്കും ഇവിടെ മഡ് ഹൗസാണ് കേട്ടോ. എൻ്റെ ഈ ഒരു സൈഡ് മൊത്തം മഡ് ഹൗസാണ്. നമ്മൾക്ക് ആ മഡ് ഹൗസിൻ്റെ ഏരിയയിലേക്ക് പോവാം. പക്ഷേ നമ്മളിവിടെ ലേറ്റായി പോയാൽ അടുത്ത ഏരിയയിൽ പോയി കാണാൻ സമയം താമസിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ബുദ്ധി. ശരിക്കും അൽഉല അടിപൊളി. നമുക്ക് ആ പിക്ചറിൽ തന്നെ കാണുന്നുണ്ട്, ആ സ്ഥലം കാണിച്ചിട്ടുണ്ട്. ഇവിടെ നാച്ചുറലി സൂപ്പറായിട്ടുണ്ട്. നമുക്ക് അപ്പുറ സൈഡിലേക്ക് പോകാം കേട്ടോ. റോഡിൻ്റെ അപ്പുറ സൈഡിലേക്ക് പോകാം. ഇവിടെ നിറച്ച് മഡ് ഹൗസുകളാണ്, ചെറിയ ചെറിയ മഡ് ഹൗസുകളാണ്. ആ കാണുന്നുണ്ടോ, ആ കാണുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. രണ്ട് ഭാഗത്തും മലകളാണ് കേട്ടോ. ആ കാണുന്ന ശരിക്കും മലകളാണ്. ഓക്കെ, ഇവിടെയൊക്കെ മലകളാണ്. ഞാനവിടെ സെക്യൂരിറ്റി ഉണ്ട്, സെക്യൂരിറ്റിയോട് ചോദിക്കാം അവിടെ കയറുന്നതിന് എന്താണ് അവസ്ഥ. ഇതാണ് അൽഉലയിലെ മലനിരകൾ കേട്ടോ. ഇതേ നിങ്ങൾ നോക്കിക്കോണേ, ഈ പാറയൊക്കെ ഇങ്ങനെ ഓരോ പീസ് പാറകളും എടുത്തു വെച്ചണൊക്കെ ഉണ്ട്. ആ കാണുന്ന പാറയൊക്കെ കണ്ടോ, ഇതൊക്കെ നോക്കിയേ, എടുത്തു വെച്ചതോ അല്ലെങ്കിൽ കൊത്തി വെച്ചതുപോലെയുണ്ട്. നോക്കിയേ, ഇവിടെ 2 സൈഡിലും പാറ, വെറും പാറ മാത്രമേ ഉള്ളൂ. അതും പല ഷേപ്പിലുള്ള പാറകൾ കണ്ടില്ലേ. സൂപ്പർ സീനായതല്ല. ഇത് വന്ന് കാണേണ്ടതാണ് കേട്ടോ. അൽഉല തീർച്ചയായും വന്ന് കണ്ടിരിക്കണം. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്.
റിയൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇത് ഒരു ഗ്രാമപ്രദേശമാണ്, തീർത്തും ഗ്രാമപ്രദേശം. നമ്മൾ ഈ അല്ലുലയിലേക്ക് വാഹനം ഓടിച്ച് വന്നു കഴിഞ്ഞാൽ അല്ലുലയിൽ എത്തിയിട്ട് മാത്രമേ ഒരു സിറ്റി ഉള്ളൂ കേട്ടോ. അതിനു മുമ്പ് വേറെ ഒന്നുമില്ല. മരുഭൂമി മരുഭൂമി മരുഭൂമി. ഗ്യാസ് സ്റ്റേഷൻ പോലുമില്ല. കണ്ടല്ലോ നിങ്ങൾ. പക്ഷേ ഇവിടെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അത്ര ചൂടുമല്ല അത്ര തണുപ്പുമല്ല, നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ ഇത് സന്ധ്യയായ സമയമാണ് കേട്ടോ. ഈ കാണുന്ന ഈ നടുക്ക് ഭാഗത്ത് കാണുന്നതെല്ലാം ഈത്തപ്പഴത്തോട്ടങ്ങളാണ്. എല്ലാം ഈന്തപ്പഴത്തോട്ടമാണ്. ഈ രണ്ട് കരയും മൺമതിൽ കെട്ടിയതുപോലെ പാറകൾ കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിരിക്കുക. ആവശ്യം പോലെ ടൂറിസ്റ്റുകളുണ്ട്, ആവശ്യം പോലെ ആൾക്കാരുമുണ്ട്. നല്ല ശരിക്കും ഹോട്ടലുകളുണ്ട്. അത്ര 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഹോട്ടലുകളൊന്നുമില്ല. എന്നിരുന്നാലും അത്യാവശ്യം വൃത്തിയുള്ള നല്ല ഹോട്ടലുകളുണ്ട്. അപ്പോൾ വന്നാലും ഇവിടെ താങ്ങാം. റീസണബിൾ റേറ്റാണ്, കുഴപ്പമില്ലാത്ത റേറ്റാണ്. ഞങ്ങളിവിടെ ഇന്നലെ തങ്ങിയത്. ഞങ്ങൾ തങ്ങിയത് ഏതാണ്ട് ഒരു വില്ലയ്ക്ക് 450 റിയാലൊക്കെയാണ് അവർ ബാർഗനിങ് ചെയ്തത്. പിന്നെ നമ്മളത് ബാർഗനിങ് ചെയ്ത് ഒരു ലെവലിലെത്തിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇന്നലെ അവിടെ താമസിച്ചു. അപ്പോൾ റേറ്റ് അവർ ഭയങ്കരമായിട്ട് ചോദിക്കും. നിങ്ങൾ ബാർഗനിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റേറ്റ് കിട്ടും കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഹെഗ്ര ആണ് കേട്ടോ. ഹെഗ്ര അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഹെഗ്ര എന്ന് കാണിക്കും. പിന്നെ ഇവിടെ മലയാളികളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ പറയുക മദനശാല എന്ന് പറയും. മദ്സല എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. അപ്പോൾ ഇനി അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഹിൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുരന്ന് അവിടെ ഒരു വീടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ ഏരിയയിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. എന്തായാലും അവിടെ പോയിട്ട് ഇനി നമ്മൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കും കേട്ടോ. നാരോ റോഡാണ്, ഈ റോഡ് വഴിയാണ് ഇങ്ങനെ പോകേണ്ടത്. ഹെഗ്ര മദൻ ഇൻസല അവിടേക്കാണ് ഇനിയിപ്പം നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ. അല്ലെങ്കിൽ അല്ല ഹെഗ്രയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് 20 കിലോമീറ്ററോളം 20 മിനിറ്റോളം യാത്ര ചെയ്യാനുണ്ട്. 17 കിലോമീറ്റർ കേട്ടോ. നല്ല ഈ രണ്ട് സൈഡിലും പാറയിടുക്കിൻ്റെ നടുവിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് ഉള്ളത് നല്ല പച്ചപ്പാണ് കേട്ടോ. അതായത് നമുക്ക് അവിടേക്ക് പോയി നോക്കാം.
പിന്നെ റിയാദിൽ നിന്നും ജന്തയിൽ നിന്നും ഒക്കെ ഡയറക്റ്റ് ഇവിടേക്ക് ഹെലികോപ്റ്ററുകളുണ്ട്. അപ്പോൾ അതായത് ഇവിടെ ഹെലിപ്പാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇവർ അവരുടെ വെഹിക്കിളിൽ കൊണ്ടുപോയി ഈ സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് കൊണ്ടുവരും. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഈ ഹെലികോപ്റ്റർ ഫ്രീ അല്ല, വിസിറ്റ് ചെയ്യുന്ന ബസ്സൊക്കെ ഫ്രീ ട്രിപ്പാണ്. കണ്ടില്ലേ, ഈ രണ്ട് സൈഡിലും മലയാണ് ശരിക്കും.